മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, നമ്മളുടെ ചാപ്റ്റേഴ്സൊക്കെ പരിചയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഈ ഒരു മിസ്സിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സീൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും മിസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ. ഇതൊരു പണ്ടത്തെ ഒരു മൂവിയാണ്, ഒരു മലയാളം മൂവിയാണ്, ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മൂവിയിലൊരു കോമഡി സീൻ ആണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയുടെയും 2 എക്സ്പ്രഷൻസ്. ഈ എക്സ്പ്രഷൻസ് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ എരിവുള്ളത് കഴിച്ചിട്ട് കണ്ണെന്നും മൂക്കും നോക്കാൻ വെള്ളം വരുന്നൊരു എക്സ്പ്രഷനാണ് അല്ലേ. ആകെ കൂടി പുകഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്, ആ ഒരു റെസ്പോൺസാണ്. ഇവിടെ എന്താണ്, മൊത്തത്തിലൊരു പുകച്ചിലാണ്, ഒരു പുകച്ചിൽ റെസ്പോൺസാണ്. അങ്ങനെ ഒരു പ്രതികരണം അല്ലേ മക്കളെ കാണുന്നത്, ഒരു പുകച്ചിൽ പ്രതികരണം ആണ്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ്റെ മുഖം നോക്കിയാലോ, ഒരു ചളുങ്ങിയ എക്സ്പ്രഷനാണ് അല്ലേ, കഴിക്കാൻ പറ്റുന്നില്ല, ഒരു ചളുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു റെസ്പോൺസ്, ഇപ്പോൾ ഈ പുകച്ചിൽ എന്ന് പറയുന്ന റെസ്പോൺസ് തന്നെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്കതൊന്ന് അനുഭവിച്ചറിയണം. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു റെസ്പോൺസ് അനുഭവിച്ചിട്ടില്ല മിസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പച്ചമുളക് എടുത്ത് പച്ചയ്ക്ക് ചവച്ചരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു റെസ്പോൺസ് വരാൻ കാരണം. ഇനി അതല്ല, നിങ്ങൾ മിസ്സിനെ പോലെ ചോക്ലേറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എന്ത് എക്സ്പ്രഷനാണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ ചോക്ലേറ്റൊക്കെ എങ്ങനെയാണ്, നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും അല്ലേ, നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കും, ആണോ അല്ലേ. അപ്പോൾ നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് പലതരത്തിലുള്ള റെസ്പോൺസുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇത് കഴിച്ച സമയത്ത് ഇങ്ങനൊരു റെസ്പോൺസും മുളക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു റെസ്പോൺസും ഒക്കെ വരാൻ കാരണം എന്താ. അപ്പോൾ നിങ്ങൾ പറയും മിസ് ഞാൻ മുളക് കഴിച്ചു, വേറെ ആൾ പറയും മിസ് ഞാൻ ചോക്ലേറ്റ് കഴിച്ചു അല്ലേ. അപ്പം എന്തൊക്കെയോ ചെയ്തപ്പം നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അല്ലേ. റെസ്പോൺസിന് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും, ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ റെസ്പോൺസ് ഉണ്ടാവാനുള്ള കാരണം എന്താ, നിങ്ങൾ എന്തോ ഒന്ന് അറിഞ്ഞു, നിങ്ങൾ എന്തോ ഒന്ന് സെൻസ് ചെയ്തു അല്ലേ, എന്തോ ഒന്ന് നിങ്ങൾ സെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്, ഒരു പ്രതികരണം. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ ആ മധുരം നിങ്ങൾ സെൻസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മുളകാണെങ്കിൽ ആ എരിവ് നിങ്ങൾ സെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻസാണ് അല്ലെങ്കിൽ ആ ഒരു പ്രേരണയാണ് നമുക്ക് എന്തുണ്ടാക്കിയത്, ഒരു പ്രതികരണം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സെൻസ് ഉണ്ടായപ്പോഴാണ് അല്ലേ, എന്തോ ഒരു സെൻസ് ഉണ്ടായപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്, പ്രതികരണം ഉണ്ടായത്. അല്ലെങ്കിൽ എന്തോ ഒരു പ്രേരണ ഉണ്ടായപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനോട് പ്രതികരിച്ചത്, റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ മധുരം കഴിച്ചപ്പോൾ അല്ലേ, നല്ല ബിരിയാണിയുടെ മണമാണെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ലേ. അങ്ങനെ റെസ്പോൺസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു സെൻസ്, ഒരു പ്രേരണ, റെസ്പോൺസ് ഉണ്ടാകാൻ കാരണമായ ആ സെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിമുലൈ എന്ന് പറയുന്നത്. സ്റ്റിമുലൈ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഉദ്ദീപനം. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ റെസ്പോൺസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാക്കുന്ന സെൻസസിനെ അല്ലെങ്കിൽ പ്രേരണകളെ നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റിമുലൈ എന്ന് വിളിക്കാം അല്ലേ. ഇപ്പോൾ ചോക്ലേറ്റ് അല്ലെങ്കിൽ മുളകൊക്കെ കഴിച്ച സമയത്ത് അവിടെ ചോക്ലേറ്റും മുളകൊക്കെ കഴിക്കുന്ന എന്താണ്, ഒരു സ്റ്റിമുലൈ ആണ്. അത് പക്ഷേ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ സ്റ്റിമുലൈ എന്താണെന്ന് ക്ലിയർ അല്ലേ, സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രേരണകളെ നമുക്ക് സ്റ്റിമുലൈ എന്ന് പറയും. അപ്പം മിസ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എരിവ് കഴിച്ചാലുണ്ടാകുന്ന ഒരു റെസ്പോൺസ്, മധുരം കഴിച്ചാലുണ്ടാകുന്ന റെസ്പോൺസ്, ഇതൊക്കെ പുറമേ നിന്നുള്ള സ്റ്റിമുലൈ ആണ്, എക്സ്റ്റേണൽ ആണ് അല്ലേ, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് എന്ന് നമുക്ക് പറയാം, പുറമേ നിന്നാണ്. എപ്പോഴും എക്സ്റ്റേണലിൽ മാത്രമാണോ സ്റ്റിമുലൈ ഉണ്ടാവണേ. വേറൊരു റെസ്പോൺസ് പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കും ചിലപ്പോൾ മിസ്സിനി പറയുന്നത് അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന എനിക്ക് വിശക്കണു അല്ലേ, കുറച്ചൊന്ന് പഠിക്കുമ്പോൾ അമ്മ എനിക്ക് വിശക്കണു, കുറച്ചൊന്ന് നടക്കുമ്പോഴേക്കും അയ്യോ എനിക്ക് വിശക്കണു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് അയ്യോ ദാഹിക്കുന്നു. നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ദാഹമായിരുന്നു അല്ലേ. അപ്പം ഈ ദാഹം എന്ന് പറയുന്നൊരു കാര്യം, ഒരു വിശപ്പ് എന്ന് പറയുന്നൊരു കാര്യം, നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക, വിശക്കുമ്പോഴല്ലേ. എപ്പോഴാണ് വെള്ളം കുടിക്കുക, ദാഹിക്കുമ്പോഴല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളോട് ആരോടെയും പുറത്തുനിന്ന് പറഞ്ഞതാണോ,
വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞപ്പോഴാണോ നമ്മൾ വെള്ളം കുടിച്ചത്? നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നും അല്ലേ, നമുക്ക് ഒരു ഉൾവിളി വരും അല്ലേ. അപ്പോൾ പറയാം വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി, വയറ്റിൽ ഗുളുഗുളു സൗണ്ട് വന്ന് തുടങ്ങി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ. അതായത് നമുക്കുള്ളിൽ നിന്നും ഇതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്റ്റിമുലൈ ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതായത് പുറത്തുനിന്ന് മാത്രമല്ല, നമുക്ക് ഇൻറ്റേർണലി നമ്മളുടെ ശരീരത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ചില സ്റ്റിമുലൈ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന ഹങ്കർ, അതുപോലെ തേഴ്സ്റ്റ്, ദാഹം. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റിമുലൈ ആണ്. നമുക്ക് എന്ത് റെസ്പോൺസിന് കാരണമാകും? ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ അല്ലേ. അതുപോലെ സ്ലീപ്പ്, നമ്മളെപ്പോഴാണ് ഉറങ്ങുന്നത്? ഉറക്കം വരുമ്പോൾ. അത് നമ്മുടെ ബോഡി നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മളുടെ ബോഡിയിൽ നമ്മൾ കുറച്ച് ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും, ചില കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഉറക്കം വരും. റെഡി? അപ്പം നമുക്ക് എക്സ്റ്റേണലിയും ഇതേപോലത്തെ സ്റ്റിമുലൈ ഉണ്ടാകും, ഇൻറ്റേർണലിയും ഇതേപോലത്തെ സ്റ്റിമുലൈ ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റിമുലൈകൾ വരുമ്പോഴാണ്, ഇത്തരത്തിലുള്ള സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ വരുമ്പോഴാണ് മക്കളെ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പ്രതികരിക്കുന്നത് അല്ലേ. നമ്മൾ എന്തെങ്കിലും പ്രതികരണം നമ്മളുടെ മുഖത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രവൃത്തിയിലോ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം വന്നതുകൊണ്ടാണ്. റെഡി? ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി. സ്റ്റിമുലൈ വന്നു, നമ്മൾ റെസ്പോണ്ട് ചെയ്തു. ഉദ്ദീപനം വന്നു, നമ്മൾ പ്രതികരിച്ചു. പക്ഷേ ഇതെങ്ങനെയാ പറഞ്ഞപ്പോൾ ഓക്കെ, പക്ഷേ എങ്ങനെയാണ് ഇപ്പം അത് മനസ്സിലായേ? ഒരു ചോക്ലേറ്റ് കഴിച്ചു, നമ്മൾ എങ്ങനെയാണ് അടിപൊളി എന്ന് നമുക്ക് പറയാൻ തോന്നിയത്? എങ്ങനെയായിരിക്കും? ചുമ്മാ ഒരു സ്റ്റിമുലൈ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റെസ്പോൺസ് വരുമോ? അപ്പോൾ ഈ സ്റ്റിമുലൈനെ നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് ആരെങ്കിലും റിസീവ് ചെയ്യണ്ടേ? ഇപ്പം നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ റിസീവ് ചെയ്യാണ്ട് അവരകത്ത് കയറുമോ? നമ്മൾ വന്ന് വാതിലിരുന്നാൽ വരുമെന്ന് പറയണം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. അങ്ങനെ റിസീവ് ചെയ്യാൻ ഉള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സ്റ്റിമുലൈ വരുന്നു, അതെന്തും ആയിക്കോട്ടെ. ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവുന്ന കെമിക്കൽ മോളിക്യൂൾസ് ആവാം, എരിവ് കഴിച്ചാലുണ്ടാവുന്ന കെമിക്കൽ മോളിക്യൂൾസ് ആവാം. അത് നമ്മൾ റിസീവ് ചെയ്യണം. ഓക്കെ. അവർ റിസീവ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേക സെൽസ് ഉണ്ട്, പ്രത്യേക കോശങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുക? റിസെപ്റ്റേഴ്സ്. ഓക്കെ. അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഗ്രാഹികളുണ്ട്. ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ ഉണ്ട് എന്നറിയണം അല്ലേ. ഈ ഗ്രാഹികൾ കാണുന്നത് നമ്മളുടെ സെൻസ് ഓർഗൻസിലാണ്. സെൻസ് ഓർഗൻസ് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലാണ്. ഓക്കെ. നമ്മളുടെ മൂക്ക്, കണ്ണ്, നാക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എവിടെ ആരെ കാണുന്നത്? ഈ സ്പെഷ്യലായിട്ടുള്ള സെൽസ്. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്ററോ ഗ്രാഹികളോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്, സെൽസിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റിമുലൈ വരുന്നു അല്ലേ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന പോലെ നമ്മുടെ വീട്ടിനുള്ളിലാണ് നമ്മളുള്ളത് അല്ലേ, നമ്മൾ അവരെ റിസീവ് ചെയ്യും. അതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്റ്റിമുലൈ വരുന്നു, നമ്മളുടെ റിസെപ്റ്റേഴ്സ് അവരെ റിസീവ് ചെയ്യുന്നു. എന്നിട്ടോ നമ്മൾ ഗസ്റ്റ് വന്നാൽ എന്താ ചെയ്യാം? അവരെ വിളിച്ചിരുത്തും, നമ്മൾ അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ വീട് കാണാൻ വന്നവരാണെങ്കിൽ വീടൊക്കെ കാണിച്ചു കൊടുക്കും, വീട്ടുകാരെ കാണുന്നവരാണെങ്കിൽ വീട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കും, എന്തൊക്കെയോ പരിപാടികൾ ചെയ്യും. അതേപോലെ ഈ സ്റ്റിമുലൈനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന അറിയാവോ? അവരെ മാറ്റം വരുത്തി ഇമ്പൾസസ് ആക്കി മാറ്റും, അവരെ ആവേഗങ്ങളാക്കി മാറ്റും. ഈ ആവേഗങ്ങൾ അവിടെ ഇരിക്കില്ല. ഇവരെങ്ങോട്ട് പോകും? ഇവരെ നേരെ നമ്മളുടെ ബ്രെയിനിലേക്ക് പോകും, മസ്തിഷ്കത്തിലേക്ക് പോകും. വെറുതെ അങ്ങനെ പോവില്ല, നമ്മളുടെ നെർവ്സാണ് അവരെ കൊണ്ടുപോവുക. നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ ഈ ആവേഗങ്ങളെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോൾ ബ്രെയിനാണ് നമുക്ക് അതിനനുസരിച്ച് പ്രതികരണം തരുന്നത്. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് റെസ്പോൺസ് ഉണ്ടാവുന്നത്. ബ്രെയിൻ പറയും മധുരമാണ് കഴിച്ചെങ്കിൽ അടിപൊളിയാണ്, നീ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞോ. കൊതുകാണ് കടിച്ചതെങ്കിൽ പറയും ഒരു അടി കൊടുക്ക്, അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളല്ലേ, സ്റ്റിമുലൈനെ റിസീവ് ചെയ്തു, അതിനെ ഇമ്പൾസാക്കി മാറ്റി, അതിനെ നെർവ്സ് കൊണ്ടുപോയി ബ്രെയിനിൽ എത്തിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
നമ്മളുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ ബ്രെയിനിലെ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? അല്ലേ, നിങ്ങൾക്കറിയാം. ഏതാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണ് എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് വളരെ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ എല്ലാ ചാപ്റ്റേഴ്സ്, എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ 5000+ ഫുൾ A+കളാണ്. അത്രയും മക്കളാണ് ഫുൾ A+ വാങ്ങിച്ചത്. അപ്പോൾ ലക്ഷ്യ ബാച്ചിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ ഒരാളാവണം നെക്സ്റ്റ് ഇയറിലെങ്കിൽ പിന്നെ താമസിക്കേണ്ട. എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. 1 ഇയറിന് വേണ്ടിയിട്ട് 5999 ആണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെയാണ്. അടിപൊളിയായിട്ട് പഠിക്കാം, നമ്മളെല്ലാവരും ഉണ്ടാവും. നമ്മൾ സൂപ്പറായിട്ട് പഠിച്ച് ഫുൾ A+ തന്നെ വാങ്ങിക്കണമായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വളരെ നേരത്തെ പഠിച്ച് ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് ഫുൾ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ, ജോയിൻ ചെയ്യാം. നമ്മുടെ ഒരു പുതിയ ബാച്ച് കൂടി നമ്മൾ Monday 24th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീണ്ടും കാണാം. ജോയിൻ ചെയ്യാം, പഠിക്കാം, അടിപൊളിയാക്കാം.